ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വാവ് സ്കിൻ സയൻസിൻ്റെ ഉപ്ടൺ ഫോമിംഗ് ഫേസ് വാഷിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഉപ്ടൺ ഫേസ് വാഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു പാക്കേജിംഗ് ആണ്. അല്ലെങ്കിൽ ആ ഒരു ഫേസ് വാഷ് വരുന്ന ആ ഒരു കണ്ടെയ്നറിൻ്റെ ഒരു പ്രത്യേകതയാണ്. വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാണ് അല്ലെങ്കിൽ ഒരു ബോട്ടിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് തന്നെ. നമുക്കറിയാം ഉപ്ടൺ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡഡ് ആയിട്ട് വരുന്നൊരു പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലവർ ഈ ഒരു വാവ് സ്കിൻ സയൻസിൻ്റെ ഈ ഒരു ഉപ്ടൺ ഫേസ് വാഷിനകത്ത് ഇതൊരു ഫോമിങ് ഫേസ് വാഷാണ്. അപ്പോൾ ആ ഒരു ഫോമിങ്ങിന് ബേസ് ആയിട്ടുള്ളൊരു പാക്കേജിങ് തന്നെയാണ്. അടിപൊളി പാക്കേജിങ്ങിനൊക്കെയാണ് ഇത് വരുന്നത്. ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആഡഡ് ആണെന്ന് അവരിതിൻ്റെ മെയിൻ ബോട്ടിലും അതുപോലെ തന്നെ ഇന്നർ പാക്കേജിങ്ങിലും എല്ലാം ഇതിൽ നന്നായിട്ട് തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു ബോട്ടിൽ വരുന്നത് നമുക്ക് ആ ഫോമിങ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ്. നമുക്ക് കൈ കൊണ്ട് ഇതിൻ്റെ ഫേസ് വാഷ് എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പമ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ ഫോം ബ്രഷിൽ ഇതിൻ്റെ ആ ടോപ്പ് ലെയറിലുള്ള ആ ബ്രഷിൽ വരുന്നതാണ്, ആ ഫോം വരുന്നതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫേസിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമുക്ക് ഈ ബ്രഷ് യൂസ് ചെയ്ത് വേണമെങ്കിൽ ഫേസ് വാഷ് ചെയ്യാം. എന്നാൽ ചിലർക്ക് എപ്പോഴും ഒരു സ്ക്രബിങ് കിട്ടുന്ന പോലെ ആയിപ്പോയാൽ നമ്മുടെ സ്കിന്ന് ചെറുതായിട്ടൊന്ന് ഇറിറ്റേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലാത്തവർക്ക് ഇറിറ്റേറ്റ് ആവുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് ഈ ഫോം മാത്രം ഫേസിലൊന്ന് ടച്ച് ചെയ്യിക്കുക. അതിനുശേഷം നമ്മൾ നോർമൽ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യാം. അല്ലാത്തപ്പം നമ്മൾ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് വാഷ് ചെയ്യാം. എന്നാൽ ഒരു സ്ക്രബിങ് എഫക്റ്റ് പോലെ എന്തെങ്കിലും ഫീൽ ആവുന്നുണ്ടെങ്കിൽ സ്കിന്നത് ഇറിറ്റേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ്ങിനും ഇന്നർ പാക്കേജിങ്ങിനും അവർ വിശദമായി എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ആഡഡ്, എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് വിത്ത് ബിൽറ്റ് ഇൻ ഫേസ് ബ്രഷ് ഫോർ ഡീപ്പ് ക്ലെൻസിങ്. നമ്മുടെ ഫേസ് ഡീപ്പായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുന്നതിന് ഈ ബ്രഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അടങ്ങിയിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചിക്പിയ ഫ്ലവർ, ടർമറിക്, സാഫ്രോൺ, ആൽമണ്ട് എക്സ്ട്രാക്റ്റ്, റോസ് വാട്ടർ, സാൻഡൽവുഡ് ഓയിൽ, ഇതൊക്കെയാണ്. അതായത് കടലമാവ്, മഞ്ഞൾ, സാഫ്രോൺ എന്ന് വെച്ചാൽ അറിയാമല്ലോ നമുക്ക്, കുങ്കുമപ്പൂ, പിന്നെ ആൽമണ്ട് എക്സ്ട്രാക്റ്റ്, ബദാമിൻ്റെ എക്സ്ട്രാക്ട്സ്, പിന്നെ റോസ് വാട്ടർ, പിന്നെ ചന്ദന ഓയിൽ അഥവാ സാൻഡൽവുഡ് ഓയിൽ, ഇതൊക്കെയാണ് ഇതിൽ ആഡഡ് ആയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നോ പാരബിൻ ആണ്, നോ സൾഫേറ്റ് ആണ്, സിലിക്കൺ ആണ്, കളർ ഫ്രീ ആണ്. അപ്പോൾ ഈ ഓരോ ഇൻഗ്രീഡിയൻറ്റും എങ്ങനെയാണ് നമ്മുടെ ഫേസിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് നോക്കാം. ടർമറിക് എക്സ്ട്രാക്റ്റ് റിമൂവ് ടാൻ ആൻഡ് ലൈറ്റനിങ് കോംപ്ലക്ഷൻ. അപ്പോൾ ഈ ടർമറിക് എക്സ്ട്രാക്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ടാൻ റിമൂവ് ചെയ്യുകയും സ്കിന്നിനെ ഒന്ന് ലൈറ്റ് ആൻഡ് കോംപ്ലക്ഷൻ ആക്കുകയും ചെയ്യുന്നതെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചിക്പിയ അഥവാ കടലമാവ് എന്താ ചെയ്യുന്നത് വെച്ചാൽ റിമൂവ് ഡെഡ് സ്കിൻ ലെയർ ആൻഡ് ഫൈൻ ഹെയർസ്. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡെഡ് സ്കിന്നിനെയും അതുപോലെ തന്നെ ചെറിയ ഫേഷ്യൽ ഹെയർസിനെ റിമൂവ് ചെയ്യുന്നതിൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അടുത്ത സാഫ്രോൺ എക്സ്ട്രാക്റ്റ് എന്താ ചെയ്യാൻ നോക്കാം. മോയ്സ്ചറൈസ് ആൻഡ് ടോൺസ്. നമ്മുടെ സ്കിന്നെ ഒന്ന് ടോൺ ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഈ ഒരു സാഫ്രോൺ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്ത റോസ് വാട്ടറാണ് ഹൈഡ്രേറ്റ് ആൻഡ് മോയ്സ്ചറൈസ്. നമ്മുടെ ഫേസിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് സാൻഡൽവുഡ് ഓയിലാണ് കാം ആൻഡ് സ്മൂത്ത് സ്കിൻ റിമൂവ് എക്സസീവ് ഓയിൽ. നമ്മുടെ സ്കിന്നെ ഒന്ന് കാമാക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്മൂത്ത് ആക്കിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സസീവ് ആയിട്ടുള്ള ആ ഒരു ഓയിലും റിമൂവ് ചെയ്യുന്നത് അവരിതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ 100% പ്യുവർ സാഫ്രോൺ, ടേമറിക് ആൻഡ് ചിക്പി ഫ്ലോർ എക്സ്ട്രാക്റ്റ്. ഇതിൽ 100% എന്താണ് പ്യുവർ ആയിട്ടുള്ള ശുദ്ധമായ സാഫ്രോണും മഞ്ഞളും കടലമാവിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെയാണ് ആഡ് ചെയ്തതെന്ന് അവരിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗിവ് എ റേഡിയൻ കോംപ്ലക്ഷൻ, ആൻറ്റി ഓക്സിഡൻസ് ആൻഡ് UV പ്രൊട്ടക്റ്റേഴ്സ്, കീപ് എക്സസീവ് മെലാനിൻ ഇൻ ചെക്ക്, റെഡ്യൂസ് സ്പോട്ട്സ് ആൻഡ് പാച്ചി സ്കിൻ ടോൺ, ഗിവ് എ സ്കിൻ എ ഡ്യൂ ഗ്ലോ. നമ്മുടെ ആൻറ്റി ഓക്സിഡൻസും UV പ്രൊട്ടക്ഷൻ ഫാക്ടേഴ്സും നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന എക്സസീവ് ആയിട്ടുള്ള മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും സ്പോട്ടും സ്കിന്നിലുണ്ടാവുന്ന ആ ഒരു പാച്ചി ടോൺസൊക്കെ റിമൂവ് ചെയ്ത് സ്കിൻ നല്ല ഗ്ലോ ആക്കി വെക്കുമെന്ന് പറയുന്നുണ്ട്. അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡീപ്പ് ക്ലീൻ സ്കിന്ന്, ജെന്റിലി ലെതർ വാഷ് ഓഫ് ഡോട്ട് ബിൽറ്റ് ഇൻ ബ്രഷ് ഔട്ട് ഓഫ് ഡെഡ് സ്കിൻ ലെയേഴ്സ്, ഗിവ് സ്കിൻ എ ഫ്രഷ് ഫീൽ. നമ്മൾ അവരുടെ ആ ഒരു ഫേസ് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവായി നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഫ്രഷ് ആൻഡ് ഫീൽ ആവുമെന്ന് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അടുത്തവരൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് പ്രെപ്പ് സ്കിൻ ഫോർ ബെറ്റർ ഹൈഡ്രേഷൻ, ക്ലിയേഴ്സ് എവർ ഡേർട്സ് ആൻഡ് പൊല്യൂട്ടൻസ് ഫ്രം ദ സ്കിൻ വിച്ച് ഹെൽപ്പ് ദ സ്കിൻ ഇൻ അബ്സോർബ് ബെനിഫിഷ്യൽ ആക്റ്റീവ്സ് ഫ്രം ദ മോയ്സ്ചറൈസർ ബെറ്റർ. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡേർട്സിനെയും പൊല്യൂഷൻസിനെയൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്നിനെ
അബ്സോർബ് ബെനിഫിറ്റില്ല മോയ്സ്ചറൈസറൊക്കെ അബ്സോർബ് ചെയ്യാൻ കണക്കിന് നല്ല ബെനിഫിഷ്യറാക്കി മാറ്റി വയ്ക്കാൻ സഹായിക്കുമെന്ന് അവരിതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അടുത്തൊരു പ്രത്യേകതയാണ് സ്മൂത്തസ് ആൻഡ് കാം സ്കിൻ. സാൻഡൽവുഡ് ഓയിൽ ആൻഡ് റോസ് വാട്ടർ സ്മൂത്ത് ഡ്രൈ ഇറിറ്റേറ്റഡ് സ്കിൻ ഗിവൻ എ സ്കിൻ ടോൺ ഹൈഡ്രേറ്റഡ് സപ്ലൻസ്. നമ്മുടെ സ്കിന്നിനെ നല്ല സ്മൂത്തും കാമും ആക്കി വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. സാൻഡൽവുഡ് ഓയിലും റോസ് വാട്ടറും നമ്മുടെ സ്കിന്നിലെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റി ഇറിറ്റേഷൻസ് ഒക്കെ മാറ്റിയിട്ട് നല്ലൊരു സ്കിൻ ടോൺ തരികയും ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യുന്നതെന്ന് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ സ്പ്ലാഷ് സം വാട്ടർ ഓൺ ഫേസ് ആർ നെക്ക്, പമ്പ് ഔട്ട് എ ലിറ്റിൽ എമൗണ്ട് ഓഫ് ദ ഫേസ് വാഷ് ഓൺ ഇറ്റ് ടു ബിൽറ്റ് ഇൻ ബ്രഷ് ആൻഡ് അപ്ലൈ ഇറ്റ് ഓൾ ഓവർ യുവർ ഫേസ് ആൻഡ് നെക്ക്. നമ്മുടെ ഫേസിൽ അല്പം വെള്ളം തളിച്ചു കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ് നനച്ചതിന് ശേഷം ഫേസും നെക്കും നനച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പമ്പിൽ ഈ ഫോം വരുത്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പമ്പ് കൊടുക്കുക. അപ്പോൾ ആ ബ്രഷിൽ ഈ ഒരു ഫോമിങ് അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു പത വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ ഓൾ ഓവർ ഫേസിൽ അപ്ലൈ ചെയ്യാം. അതിനുശേഷം യൂസ് ദ ബിൽറ്റ് ഇൻ ബ്രഷ് ഇൻ സർക്കുലർ മോഷൻ ഓൺ യുവർ ഫേസ് ആൻഡ് നെക്ക് ടു റിമൂവ് ഡോട്ട്സ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ ഫേസിൽ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫേസിലെ നെക്കിലെ ഡേർട്സ് ഒക്കെ റിമൂവ് ആവുമെന്ന് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ തേർഡ് സ്റ്റെപ്പാണ് വാഷ് ത്രോൽ വിത്ത് പ്ലെയിൻ വാട്ടർ ആസ് എ ഫൈനൽ റൈൻ സ്പ്ലാഷ് യുവർ ഫേസ് വിത്ത് എ കൂൾ വാട്ടർ ടു ക്ലോസ് ദ പോർസ് ആൻഡ് ടോൺസ് അപ് ടു ദ സ്കിൻ പാറ്ററായി. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ നോർമൽ ജസ്റ്റ് വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് തണുത്ത വെള്ളം കൂടെ ഫേസിലൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയാൻ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്ത് കളയാൻ പറയുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പോഴ്സൊക്കെ ക്ലോസ് ചെയ്യാനാണ്. അതിനുശേഷം അതുപോലെ തന്നെ നമ്മുടെ ഈ ഫേസിലുണ്ടാകുന്ന പോഴ്സ് ക്ലോസ് ചെയ്യാനും നമ്മുടെ ഫേസ് ഒന്ന് ടോൺ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു കൂൾ വാട്ടർ അല്ലെങ്കിൽ തണുത്ത വെള്ളം ശേഷം ഐസ് വാട്ടർ ജസ്റ്റ് ഒന്നിട്ട് വാഷ് ചെയ്യാൻ അവർ മെൻഷൻ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് പാറ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.